ഈ ചാവേർ സ്ഫോടന കേസുമായി ബന്ധപ്പെട്ടുള്ള നിർണായക ദൃശ്യങ്ങൾ പുറത്തുവരികയാണ്. ഒക്ടോബർ 29 ഫരീദാബാദിലുണ്ടായ യൂസ്ഡ് കാർ ഷോറൂമിൽ നിന്നാണ് ഹ്യുണ്ടായി i20 കാർ താരിഖ് വാങ്ങിയ ദിവസത്തെ ദൃശ്യങ്ങൾ അതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കാണാം. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായിട്ടുണ്ട്. അർജുൻ, ഈ സ്ഫോടനം നടന്നതിനു പിന്നാലെ തന്നെ ഈ വലിയൊരു ആഘാതത്തിന് നടുവിൽ രാജ്യം നിൽക്കുമ്പോൾ തന്നെ ഈ ദൃശ്യങ്ങളൊക്കെയും തെളിവുകളായി മുന്നോട്ടേക്ക് വരികയാണ്. നമുക്ക് തീർത്തും ആസൂത്രിതമായി നടന്നിട്ടുള്ള ഒരു സ്ഫോടനം, ചാവേർ ആക്രമണം എന്നുള്ള കാര്യം വ്യക്തമാവുകയാണ്. ദൃശ്യങ്ങൾ പറയുന്നത് എന്താണ്? അക്ഷയ, ആസൂത്രിതം തന്നെയാണ്, അതിൽ യാതൊരു സംശയവും വേണ്ട. ഒക്ടോബർ 29 ഈ കാറിന്റെ അവസാന കൈമാറ്റം നടന്നിരിക്കുന്നത് എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിലൂടെ അടക്കം വ്യക്തമാകുന്നത്. നേരത്തെ ഇന്ന് രാവിലെ മുതൽ ഞാൻ വ്യക്തമാക്കിയ കാര്യമുണ്ടായിരുന്നു. ആഴ്ചകൾക്ക് മുൻപ് മാത്രമാണ് ഈ പറയുന്ന താരിഖും അതുപോലെ തന്നെ ഉമറും ഈ കാർ വാങ്ങിയത്. അവരുടെ പക്കലേക്ക് എത്തുന്നത് ആഴ്ചകൾക്ക് മുൻപ് മാത്രമാണ്. അത് കൃത്യം തീയതി ഒക്ടോബർ 29 അന്ന് അതിലെ ഒരു യൂസ്ഡ് കാർ ഷോറൂമിൽ നിന്നും കാർ വാങ്ങി കൊണ്ടുവരുന്ന ദൃശ്യം, അതിനുശേഷം പൊല്യൂഷൻ സർട്ടിഫിക്കറ്റിന് വേണ്ടി അവർ പോകുന്ന ദൃശ്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റിൽ കാറിന്റെ ഉടമ എന്ന് പറഞ്ഞ് നൽകിയിരിക്കുന്ന പേര് പക്ഷേ ഉമർ മുഹമ്മദിന്റേതാണ്. അതായത് ഈ കാറ് താരീഖിന്റെ ആണ് എന്നുള്ള കാര്യമാണ് നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതും ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളെല്ലാം തന്നെ പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഈ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റിൽ കാറിന്റെ ഉടമ എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് നൽകിയിരിക്കുന്ന പേര് ഉമർ മുഹമ്മദിന്റേതാണ് എന്നുള്ള കാര്യം കൂടിയാണ് ഇപ്പോൾ വ്യക്തമാകുന്ന കാര്യം. നേരത്തെ താരിഖ് തന്നെ കാർ ഉമറിന് നൽകിയതാണ് കൂടുതൽ ഉപയോഗങ്ങൾക്ക് എന്നുള്ള കാര്യമടക്കം ചില റിപ്പോർട്ടുകളായി അതും ഡൽഹി പോലീസിന്റെ ഭാഗത്ത് നിന്ന് തന്നെ പുറത്തു വന്നിരുന്നത്. എന്തായാലും ഒക്ടോബർ 29 ഈ കാർ വാങ്ങി അതിനുശേഷം പൊല്യൂഷൻ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടുള്ള അവരുടെ പോക്കും അതുമായി ബന്ധപ്പെട്ടുള്ള ദൃശ്യങ്ങളും പുറത്തു വരുന്നു. മാത്രമല്ല ആ സമയത്ത് 3 പേർ കാറിനകത്തുണ്ടായിരുന്നതാണ് നിലവിൽ തെളിയിക്കുന്നത്. ഒന്ന് ഈ താരിഖ് തന്നെയാണ്, താടി നീട്ടി വളർത്തിയിട്ടുള്ള അയാളാണ് താരിഖ് എന്ന് പറയുന്നത്. രണ്ടാമത്തേത് ഈ സ്ഫോടനത്തിൽ ചാവേറായിട്ടുള്ള ഉമർ മുഹമ്മദ് എന്നുള്ള വ്യക്തിയാണ്. മൂന്നാമത്തേത് ആര് എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. 2 സാധ്യതകളുണ്ട്. ഒന്ന് ഈ മുസമിൽ എന്ന് പറയുന്ന ഫരീദാബാദിലെ അൽഫല യൂണിവേഴ്സിറ്റിയിൽ നിന്നും അറസ്റ്റിലായിട്ടുള്ള ഡോക്ടർ, അതല്ലെങ്കിൽ പുൽവാമ സ്വദേശിയായിട്ടുള്ള ആദിൽ അഹമ്മദ്. ഇതിലെ മറ്റൊരു ഡോക്ടറാണ് ഈ ഫരീദാബാദ് മൊഡ്യൂളുമായി അന്വേഷണ സംഘവും കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്ഫോടക വസ്തുക്കളുമായിട്ട് പിടിയിലായിട്ടുള്ള ആളുകൾ, ആയുധങ്ങളുമായിട്ട് പിടിയിലായിട്ടുള്ള ആളുകൾ അവർ തന്നെയാണ് പൂർണ്ണമായിട്ടും ഈ സ്ഫോടനത്തിൽ, ഡൽഹിയിൽ ഇന്നലെ വൈകുന്നേരം ഉണ്ടായിട്ടുള്ള സ്ഫോടനത്തിൽ പങ്കാളികളായിരിക്കുന്നു എന്നുള്ളതാണോ ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ ഒരു നിഗമനം? അത്തരത്തിലൊരു വിധേയത്തിലേക്ക് തന്നെയാണ് അന്വേഷണ സംഘം, NIA ഉൾപ്പെടെയുള്ള അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത്. കാരണം ഇവർക്ക് ഓരോരുത്തർക്കും പരസ്പരമുള്ള ബന്ധങ്ങൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുള്ളതാണ്. ഇന്നലെ തന്നെ ഈ ഡോക്ടർ ഷഹീൻ, അതുപോലെ തന്നെ ഡോക്ടർ മുസമിൽ, അതിന് പുറമെ ഈ ആദ്യം അറസ്റ്റിലായിട്ടുള്ള ഡോക്ടർ ആദിൽ അഹമ്മദ്, ഇവർക്ക് 3 പേർക്കും പരസ്പരമുള്ള ബന്ധവും ഇവർ 3 പേർക്കും നേരിട്ട് ജെയ്ഷെ മുഹമ്മദുമായിട്ടുള്ള ബന്ധവും പുറത്തു വന്നിരുന്നു. അത് പോലീസ് തന്നെ സ്ഥിരീകരിച്ച കാര്യമാണ്. ഇവർക്ക് 3 പേർക്കും ഇന്ന് ഈ ചാവേറായിട്ടുള്ള ഈ ഉമർ മുഹമ്മദുമായി നേരിട്ടുള്ള ബന്ധം അത് ഇന്നും കൂടി പുറത്തു വന്നിരിക്കുകയാണ്. അങ്ങനെ ഈ 4 പേരെ തന്നെയാണ് ഡൽഹി സ്ഫോടനവുമായി നേരിട്ട് ബന്ധിപ്പിക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമാകുന്നു. കൃത്യമായി ആസൂത്രിതമായി നടന്നിട്ടുള്ള ഒരു ആക്രമണം തന്നെയാണ്. പക്ഷെ അത് പെട്ടെന്ന് നടത്തിയത് കൊണ്ട്, അതായത് ഒരു റെഡ് ഫോർട്ടിന്റെ ഭാഗത്ത് നടത്തണം എന്നുള്ള കാര്യം ജെയ്ഷെ മുഹമ്മദ് തന്നെ ആ സ്ഥലം തിരഞ്ഞെടുക്കുന്നു. കുറച്ചുകൂടി ആൾ സാന്ദ്രതയുള്ള, ജനസാന്ദ്രതയുള്ള ഒരിടം അതാണെങ്കിൽ ചാന്ദിനി ചൗക്കാണ്, അതല്ലെങ്കിൽ ITO ആണ്. റെഡ് ഫോർട്ടിന് തൊട്ട് എതിർവശത്തുള്ള ചാന്ദിനി ചൗക്കിലേക്ക് ഓടിച്ചു കയറ്റാൻ തന്നെ ആയിരിക്കണം ഈ പറയുന്ന ഉമർ മുഹമ്മദ് ആദ്യം ശ്രമിച്ചിരുന്നത്. ആ ശ്രമം പാളി. ഈ ടൈമർ
സിഗ്നലിൽ കിടക്കുമ്പോൾ തന്നെ പൊട്ടിത്തെറിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെയാണ് 11 പേർക്ക് മരണം സംഭവിച്ചത്. 12ാമൻ എന്ന് പറയുന്നത് ഈ ചാവേർ തന്നെയാണ്. തീർച്ചയായിട്ടും എല്ലാ അന്വേഷണങ്ങളും ഇപ്പോൾ വിരൽ ചൂണ്ടുന്നത് ഈ സംഘത്തിലേക്ക് തന്നെയാണ്, ഫരീദാബാദിലെ ഭീകര സംഘത്തിലേക്ക് തന്നെയാണ്. പക്ഷേ അവരുടെ ബന്ധം എന്ന് പറയുന്നത് സൂചിപ്പിച്ച പോലെ തന്നെ ചെങ്കോട്ടയ്ക്ക് സമീപത്ത്, ചെങ്കോട്ടയുടെ മുന്നിൽ ഇത്തരത്തിലൊരു ആക്രമണം നടത്താൻ ആസൂത്രണമിടുന്നു. അവിടെ ആദ്യം ഒന്ന് പാളിപ്പോയി എന്ന് പറയുമ്പോഴും അങ്ങനെ ഒരു ശ്രമം നടത്തുന്നിടത്ത് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അവിടെ വീഴ്ച എന്തിനാണ് പ്രധാനമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഇപ്പോൾ NIA അന്വേഷണം ഏറ്റെടുത്തിട്ടുണ്ട്. NIA സംഘത്തിന്റെ പരിശോധന, നേരത്തെ സംഭവ സ്ഥലത്തേക്ക് NIA സംഘം എത്തിയിരുന്നു. അവരുടെ പരിശോധന എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? അത് അവസാനിപ്പിച്ച് മടങ്ങിയിട്ടുണ്ടോ? NIA സംഘത്തിന്റെ അന്വേഷണം ഇപ്പോഴും അത് പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. അന്വേഷണം എന്ന് പറയുമ്പോൾ തെളിവ് ശേഖരണം, ഈ ക്രൈം സീനിലെ തെളിവ് ശേഖരണം അത് ഇപ്പോഴും പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഒരു 2ാം ഘട്ട വിവരശേഖരണം എന്നുള്ള രീതിയിൽ ഈ സ്ഫോടനം നടന്ന ഇടത്തു നിന്നും 500 മീറ്റർ മുൻപോട്ട് മാറി മാധ്യമപ്രവർത്തകർ ആദ്യം നിന്ന ഇടത്തേക്ക്, അവിടേക്ക് തന്നെ ഈ അവശിഷ്ടങ്ങൾ, മൃതദേഹാവശിഷ്ടങ്ങളും ഈ കാർ പൊട്ടിത്തെറിച്ചിട്ടുണ്ടായിട്ടുള്ള അവശിഷ്ടങ്ങൾ, മെറ്റലിന്റെ പാളികൾ, അതുപോലെ ചെറിയ ഗ്ലാസിന്റെ കഷ്ണങ്ങൾ എല്ലാം ചിന്നിച്ചിതറി കിടന്നിരുന്നു. ഇതെല്ലാം എടുത്ത് ശേഖരിച്ച് കൊണ്ടുപോയിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും കാറിന്റെ സ്ഫോടനം നടന്ന അതേ സ്ഥലത്തെത്തി NIA കുറച്ചുകൂടി വിപുലീകരിച്ചുകൊണ്ടുള്ള, കുറച്ചുകൂടി ശക്തമായിട്ടുള്ള ഒരു അന്വേഷണമാണ്, വിവരശേഖരണവും തെളിവ് ശേഖരണവുമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് 2-3 കാര്യങ്ങൾ വ്യക്തമാക്കാൻ, അതിൽ വ്യക്തത വരുത്താൻ NIA സഹായിക്കും. ഒന്നാമത്തേത് എങ്ങനെ സംഭവിച്ചു എന്നുള്ള കാര്യം, അതിൽ എന്തൊക്കെ ഉപയോഗിച്ചു എന്നുള്ള കാര്യം, രാസവസ്തുക്കളുടെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ അതിൽ എന്തൊക്കെ ഉപയോഗിച്ചു എന്നുള്ള കാര്യം. മൂന്നാമത്തേത് ഇതിൻ്റെ ഒരു മോഡസ് ഓഫ് ഓപ്പറണ്ടി, അതായത് നമ്മളിപ്പോൾ ചാന്ദ്രി ചൗക്ക് ആണ് എന്നുള്ള കാര്യം പറയുമ്പോൾ പോലും, അതല്ല ITO ആണെന്നുള്ള കാര്യം പറയുമ്പോൾ പോലും അതിൽ എന്താണെന്നുള്ള കാര്യം വ്യക്തത വരണം. എങ്ങനെ നടത്താനായിരുന്നു ഇവർ പദ്ധതിയിട്ടത് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരണം. അതൊക്കെ ഈ അധികമായിട്ടുള്ള വിവരശേഖരണത്തിലൂടെ അന്വേഷണ ഏജൻസികൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുമായി ബന്ധപ്പെട്ടാണ്